നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ലൈഫ് ലോങ് കണക്ഷനിലേക്ക് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു ഹീലറായിട്ടാണ് ഇവിടെ കാണുന്നത്. ലൈക്ക് നിങ്ങൾക്ക് ലൈഫിൽ പല പ്രശ്നങ്ങളും നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഒരു ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ആശ്വാസം അവരുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ആശ്വാസമെല്ലാം കിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്കും അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴും ഒരു തരത്തിലുള്ള ആശ്വാസം കിട്ടുന്നുണ്ടായിരിക്കും. ഇതൊരു ഡീപ്പ് സോൾമേറ്റ് കണക്ഷനായിട്ടാണ് കാണിക്കുന്നത്. ശിവശക്തി എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശിവനെയോ പാർവതിയോ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ ശിവഭക്തനായിരിക്കാം, ശിവഭക്തയായിരിക്കാം. ആൻഡ് മാതാവിൽ വിശ്വസിക്കുന്ന കുറച്ച് എനർജീസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഡെത്ത് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ലൈക്ക് ഒരു ഒരു ടോട്ടലി എൻഡപ്പ് ആയിട്ട് പോയിട്ടുള്ളൊരു എനർജി ചിലവർക്ക് കാണുന്നുണ്ട്. സോ ഇതൊരു ക്ലോക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് വേണം എന്ന് ആഗ്രഹിക്കും രണ്ടുപേരും. അതൊരു സമയം കഴിയുമ്പോൾ മുതൽ വീണ്ടും മുട്ടിട്ട് തളിർക്കുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ ഇത് രണ്ടുപേർക്കും വന്നിട്ടൊരു വെളിച്ചം തരുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക്. സോ ഇതൊരു ഗൈഡൻസ് കൂടിയാണ് രണ്ടുപേരുടെ ലൈഫിലും. നിങ്ങൾ അത്യാവശ്യം കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ അഭിമുഖീകരിച്ചിട്ട് വന്നിട്ടുള്ള പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തികളായിരിക്കണം നിങ്ങൾ. ആൻഡ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾ വല്ലാത്തൊരു ഡ്രീം ലൈഫ് അല്ലെങ്കിൽ ഒരു ലോകത്താണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ജീവിതത്തിന് പുതിയ അർത്ഥം കിട്ടിയ പോലെ, അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്ക് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് കാണാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത്. ചില വ്യക്തികൾക്ക് ഇത് ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തികളായിട്ടോ, ചില വ്യക്തികൾക്ക് ഫ്രണ്ട്സ് മുഖേന ലൈക്ക് പരിചയത്തിൽ വന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തതുമായിരിക്കും. എന്തെങ്കിലും നിങ്ങളുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തതും ആയിരിക്കാം ഈ ഒരു വ്യക്തി. അങ്ങനെ കണക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം ഒരു ഇതാണ്. പക്ഷികളെ, പെറ്റ്സിനെയൊക്കെ വളരെ അധികം ഇഷ്ടമുണ്ടായിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ആയിട്ട്. ആൻഡ് കുക്കിംഗ് ഇഷ്ടമുള്ളതും നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു ആള് നിങ്ങളോ അവരോ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് തികച്ചും ഓപ്പോസിറ്റാണ്. ഓക്കെ, സോ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എപ്പോഴും അതൊരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ നിൽക്കും. ലൈഫ് ലോങ്ങിലേക്ക് നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് ഇത് ലൈഫ് ലോങ്ങിലേക്കൊന്നും കാണുന്നില്ല. അതൊരു സമയം കഴിയുമ്പോൾ ഒരു 5 ഇയേഴ്സിന് മേലെയുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന് കുറച്ചൊന്നൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 5 ഇയേഴ്സിന് മേലെ പോകാനുള്ളൊരു സാധ്യത കാണുന്നില്ല. 5 ഇയേഴ്സിന് മേലെ ആയവർക്ക് ഡീപ്പ് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഡെയിലി കോണ്ടാക്റ്റ് കാണൂല ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓൺ ആൻഡ് ഓഫ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ചില സമയത്ത് നല്ല രീതിയിലുള്ള പെരുമാറ്റവും നന്നായിട്ട് വിളിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം കാണിക്കും ഈ ഒരു പേഴ്സൺ. ചില സമയത്ത് ഒട്ടും തന്നെ നമ്മളെ ടോട്ടലി അവഗണിക്കുന്ന ഒരു സ്വഭാവം കാണിക്കും ഈ ഒരു പേഴ്സൺ. അങ്ങനെയുള്ളൊരു പേഴ്സണാണ്. പശ്ചാത്താപം എന്ന് പറയുന്നത് എന്താ പറയുക, കാര്യം ആ വ്യക്തിയുടെ ഡിക്ഷണറിയിലേ ഇല്ല. നമ്മളെയല്ല നിങ്ങളെ, ഓക്കെ, ഒരുപാട് ഈ വ്യക്തി പല വാക്കുകളിലൂടെയും പ്രവർത്തികൾ കൊണ്ടേയും വേദനിക്കും. അത് അവർക്ക് അതൊരു വലിയ വേദനയായിട്ടൊന്നും തോന്നൂല. ഇതൊക്കെ വലിയൊരു കാര്യമാണോ? പക്ഷെ നിങ്ങൾക്ക് അത് എഫക്റ്റ് ചെയ്യുന്ന രീതി, അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ചെറിയ കാര്യം മതി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തളർന്നു പോകാനായിട്ട്.
ആ വ്യക്തിയുടെ കാര്യത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ മുതൽ ലോങ് ഗ്യാപ്പിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ലൈഫ് ലോങ് കണക്ഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണക്ഷൻ വിടാതെ നിൽക്കും, മുറിപ്പെടാതെ നിൽക്കും. ഓക്കെ, പക്ഷേ അതിലൊരു ലോങ് ഗ്യാപ്പ്, അതായത് ഇപ്പോൾ വന്ന് മിണ്ടും, ഫ്യൂച്ചറാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വന്ന് സംസാരിക്കും, നല്ല രീതിയിൽ ചിലപ്പോൾ 1 2 3 ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു വിവരം ഉണ്ടായിരിക്കില്ല ആ ഒരു പേഴ്സണെ കുറിച്ചിട്ട്. കുറച്ച് നാളത്തേക്ക്, ചിലപ്പോൾ 1 മന്ത് 2 മന്ത് 3 മന്ത് വരെ പോകാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഗ്യാപ്പ് കൂടി നിങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടി വരും. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ എന്താ പറയുക, ഡിപ്രഷൻ, ആൻസൈറ്റി, ആ ഒരു സ്ട്രെസ് ലെവൽ കൂടിയും വരും. ആ ഒരു പേഴ്സണെ എന്തെന്നെ വിളിക്കാത്തത്, എന്തെന്നോട് സംസാരിക്കാത്തത് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെപ്പോഴും പരിഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് വിളിച്ചിരുന്ന ഒരു കാലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. അവരെ മനസ്സിലുള്ള നിങ്ങളോടുള്ളൊരു എനർജി അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എനർജിക്കും അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു എനർജിക്ക് അവിടെ ഡിഫറൻസ് വന്നിട്ടുള്ളത് നിങ്ങളിലേക്ക്. ഇപ്പോൾ ആ പേഴ്സണെ നിങ്ങൾ ഒരുപാട് ചോദ്യം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ വിളിക്കുമ്പോൾ എന്തായിരുന്നു ബിസി, എവിടെയായിരുന്നു ഇന്നലെ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്നതും നിങ്ങൾ അവരുടെ അടുത്ത് കേൾക്കുന്നതും, നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുന്നതും അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ട് കാണുന്നില്ല. ഓക്കെ, അതൊക്കെ ഭയങ്കരമായിട്ട് ആ വ്യക്തിക്ക് ഇറിറ്റേഷനാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പാസ്റ്റിലെ കുറ്റം നിങ്ങൾ അഗെയിൻ ആൻഡ് അഗെയിൻ എടുത്ത് പറയുന്നുണ്ടായിരിക്കും. അങ്ങനെയും കാണുന്നുണ്ട് ചില കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ ഡോണ്ട് വറി, ഈ ഒരു റിലേഷൻഷിപ്പിൽ അഗെയിൻ ഒരു റീയൂണിയൻ വരുന്നുണ്ട്. ഓക്കെ, ഇൻക്യുബേഷൻ. ഇപ്പം എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എഗെയിൻ അത് തളിർക്കാൻ വേണ്ടിയിട്ടാണ്, എഗെയിൻ നിങ്ങളുമായിട്ടുള്ളൊരു പ്രശ്നങ്ങളെ, കാർമിക് എനർജിയെ ഹീൽ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ, ഒരു ബ്രേക്കപ്പിലേക്ക് നിൽക്കുന്നത്. അല്ലെങ്കിൽ ചില വ്യക്തികൾ ഇപ്പോൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അതൊരു ചെറിയൊരു ബ്രേക്കപ്പിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. അത് അഗെയിൻ നിങ്ങൾ അവരുമായിട്ട് തിരിച്ചു വരും. പക്ഷേ കുറച്ച് സമയത്തേക്ക് വീണ്ടും ആ ഒരു റീയൂണിയൻ നടക്കുമ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ സന്തോഷവതിയും ആകും. പക്ഷേ അഗെയിൻ ആ ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പിൽ ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. ഇതിങ്ങനെ ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും, കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിലൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ പോകെ കിട്ടണമെന്നില്ല. ഇതിൽ നിന്നും ദുഃഖങ്ങൾ ഏറെക്കുറെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്.